പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തെ തുടർന്ന് ഏപ്രിലിൽ നടക്കേണ്ടിയിരുന്ന ബഹ്റിൻ സൗദി അറേബ്യ ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾ റദ്ദാക്കി. ഇതോടൊപ്പം ഫോർമുല 2, 3, F1 അക്കാഡമി ചാമ്പ്യൻഷിപ്പുകളും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം റേസുകൾ ഉണ്ടാകില്ലെന്ന് സംഘാടകർ വ്യക്തമാക്കി. മോട്ടോർ സ്പോർട്സ് കമ്മ്യൂണിറ്റിയുടെ സുരക്ഷ മുൻനിർത്തിയെടുത്ത പ്രയാസകരമായ എന്നാൽ ശരിയായ തീരുമാനമാണ് ഇത് എന്ന് F1 CEO സ്റ്റെഫാനോ ഡൊമെനിക്കാലിയും FIA പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സുലായവും അറിയിച്ചു. സാഹചര്യം അനുകൂലമായാലുടൻ മത്സരങ്ങൾ പുനരാരംഭിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച 6 പേരെ ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അനുകൂലിച്ചും വ്യാജവാർത്തകൾ പടർത്തി അക്രമത്തിന് പ്രേരിപ്പിച്ചതിനുമാണ് സൈബർ ക്രൈം ഡയറക്ടറേറ്റ് ഇവരെ പിടികൂടിയത്. പ്രതികളെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം സ്വീകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യവും സുരക്ഷാ നിർദ്ദേശങ്ങളും കണക്കിലെടുത്ത് ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷകൾ ഔദ്യോഗികമായി റദ്ദാക്കി. മാർച്ച് 16 മുതൽ ഏപ്രിൽ 10 വരെ നടക്കേണ്ടിയിരുന്ന എല്ലാ പരീക്ഷകളും ഇതോടെ ഇല്ലാതായി. മോഡൽ പരീക്ഷകളുടെയും ഇന്റേണൽ അസസ്മെന്റുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും പരീക്ഷാ ഫലം നിശ്ചയിക്കുക. 10ാം ക്ലാസ് പരീക്ഷകൾ നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങളെ ബഹ്റിൻ പ്രതിരോധ സേന വിജയകരമായി പ്രതിരോധിച്ചു. രാജ്യത്തെ ലക്ഷ്യമിട്ടെത്തിയ 125 മിസൈലുകളും 203 ഡ്രോണുകളും സൈന്യം തകർത്തു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായ ഇത്തരം നീക്കങ്ങളെ സൈന്യം ശക്തമായി അപലപിച്ചു. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സൈനിക നീക്കങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുകയോ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്നും BDF നിർദ്ദേശിച്ചു. UAE പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച 35 പേരെ UAE അധികൃതർ പിടികൂടി. ഇതിൽ 17 പേർ ഇന്ത്യക്കാരാണ്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കൃത്രിമ വീഡിയോകൾ വഴി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പരിഭ്രാന്തി പടർത്തിയതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. പിടിയിലായവർക്ക് ചുരുങ്ങിയത് 1 വർഷം തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയും ശിക്ഷ ലഭിച്ചേക്കാം.